പുത്തനച്ചി പുരപ്പുറം തൂത്തു കഴിഞ്ഞു. ഇനി പശുത്തൊഴുത്തിലേക്ക്. അവിടെയും വച്ചിരിക്കുന്ന വിധി മറ്റൊന്നുമല്ല, തമ്മിൽ തല്ല് തന്നെ. ചുരുക്കി പറഞ്ഞാൽ തൊഴുത്തിൽ കുത്ത് മേച്ചിൽപ്പുറത്ത് കാണിക്കരുതെന്ന് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാനത്തോട് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംസ്ഥാനത്തെ BJPയിൽ അങ്ങനെ മൊത്തം അലങ്കോലമാണ്. എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. മാരാജി ഭവൻ ഇപ്പോൾ അടക്കി വാഴുന്നത് ത്രിമൂർത്തികളാണത്രേ. പ്രസിഡന്റാകട്ടെ മുൻ കേന്ദ്ര IT സഹായൻ കോക്കസിന്റെ ഒരു പിടിയിലാണത്രേ. എന്നിട്ടും ജനത്തെ പറ്റിക്കാൻ എന്തൊക്കെ പെടാപ്പാടുകളാണ് ഇക്കൂട്ടർ കിടന്ന് കാണിക്കുന്നത്. ചില സമയങ്ങളിൽ തോന്നുന്നു നമ്മുടെ സുരേന്ദ്രൻ തന്നെയായിരുന്നു തമ്മിൽ ഭേദം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20% വോട്ട് വീതം നേടി BJP ഇത്തവണ 25% വോട്ട് നേടാനുള്ള നീക്കത്തിലാണ്. വെറും 5% മതി എന്നത്രേ. എന്നാൽ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നതോടെ ചില കോക്കസുകൾക്ക് അദ്ദേഹം അടിമയായി പോയി എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഇത് ഇടത് പാർട്ടികളുടെ ആരോപണമൊന്നുമല്ല. രാജീവ് ഏത് കോക്കസിൽപ്പെട്ടാലും നമുക്കൊന്നുമില്ല. പക്ഷേ ഇത് പൊതുവെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായമാണ്, ആശങ്കയാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ത്രിമൂർത്തികളെ ഏൽപ്പിച്ചു അദ്ദേഹം തൻ്റെ വഴിക്ക് പോകാൻ പലപ്പോഴും മെനക്കെടുന്നു എന്നാണ് പറയുന്നത്. അതിൽ പ്രതിഷേധിച്ച് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ഈ അശ്വമേധത്തിന് തടയിടുക എന്നതാണ് വിമതരുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ലക്ഷ്യം. പണ്ട് കമ്മ്യൂണിസത്തോടുള്ള എതിർപ്പ് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് മറികടന്നത്? 80-ൽ കേരള കോൺഗ്രസും ആന്റണി ഗ്രൂപ്പും LDFിനോട് സഹകരിച്ചതോടെയാണ് ചേർന്നതോടെയാണ് ആ ഒരു വിരോധം മാറിക്കിട്ടിയത്. അതിനെപ്പറ്റി വിശദമായി പറയാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭ്യമായ 20% വോട്ട് വീതം 15ആയി കുറച്ച് പ്രസിഡന്റിനെ മര്യാദ പഠിപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ വിമതരുടെ കണക്കൂട്ടൽ. പ്രസിഡന്റ് ആലോചന 20-25, ഇവരുടെ കണക്കൂട്ടൽ 20-15. അതിനുവേണ്ടി പലയിടങ്ങളിലും UDFുമായി കൂടിച്ചേർന്ന് UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് മറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും അധികം പ്രകടമായി നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കാരണം അവിടെ എളുപ്പത്തിൽ വോട്ട് മറിയും. കേരള കോൺഗ്രസുകാർക്ക് ജയിക്കാൻ വോട്ട് വേണം. കോട്ടയം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും UDFുമായി ഒത്തുകളിക്കുന്ന ചില ഒരവസ്ഥയാണ് കോട്ടയത്തെ BJP നേതൃത്വം ഇപ്പോൾ കാഴ്ചവെക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇനി ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടി ഈ വിഷയത്തിലുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാക്കാട് തുരുത്തി നിയോജക മണ്ഡലങ്ങളിൽ UDFുമായി ചേർന്ന് മണി ഗ്രൂപ്പിനെ തറപറ്റിക്കാൻ അന്നത്തെ BJP ജില്ലാ ഘടകം ജോസഫ് ഗ്രൂപ്പുമായി ഒരു കരാർ ഒപ്പിട്ടു. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ 25,000 മുതൽ 30,000 വരെ വോട്ട് നേടിയിരുന്ന പാലാ നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയാവുന്ന പ്രമീള ദേവി വെറും 10,000 താഴെ വോട്ട് വാങ്ങി വീരചരമമടഞ്ഞത്. വളരെ കൃത്യമായി അന്നത്തെ ജില്ലാ നേതൃത്വം നൽകിയ ഒരു മുന്നറിയിപ്പ്. ആ ജില്ലാ നേതൃത്വം BJPയുടെ ജില്ലാ ഘടകം നടത്തിയൊരു അട്ടിമറി, അതിൻ്റെ ഭാഗം തന്നെയാണ് പ്രമീള ദേവിയുടെ തോൽവി. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് 20% വോട്ട് നേടി ജനങ്ങളെ അമ്പരപ്പിച്ചു. അതെങ്ങനെയാണ്? തിരിച്ചൊരു പാലം ഇട്ടപ്പോൾ UDF തിരിച്ച് ഒരു പാലം ഇട്ടുകൊടുത്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൊതുവെ പ്രാദേശിക സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതിനാൽ വോട്ട് വീതം വർദ്ധിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത്തവണ കേരളത്തിൽ മൊത്തത്തിലും കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ പ്രത്യേകിച്ചും BJPയുടെ വോട്ട് വീതം കുത്തനെ താഴും. നോക്കിക്കോളൂ, BJPയുടെ പ്രതിപക്ഷ ഒരു പ്രതീക്ഷകൾ പോലും അട്ടിമറിക്കപ്പെടും. രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ നിന്നും ഓടിക്കണമെന്ന ഉദ്ദേശത്തോടെ പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം, എടുത്തു പറഞ്ഞാൽ V മുരളീധരൻ്റെ നടപ്പാക്കുന്ന ഈ പ്രവൃത്തിയിൽ ഇടപെടണമെന്ന പരാതി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീം ത്രിമൂർത്തികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. RSS നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. RSS ഇറങ്ങിയിട്ടുണ്ട്. ഒരു പട്ടാളം ഇറങ്ങും എന്ന് പറയുന്നത് പോലെയാണ്. പാർട്ടിയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിലും അത് സമാഹരിക്കാവുന്ന വോട്ടുകൾ കൃത്യമായി സമാഹരിച്ച ശേഷം വോട്ട് വീതം ഇരട്ടിയാക്കണമെന്നാണ് ഇപ്പോൾ RSSൻ്റെ നിർദ്ദേശം. പക്ഷേ കതിരന്മേൽ വളം വച്ച അവസ്ഥയായിപ്പോയി. പൊതുവെ ജനങ്ങൾ നിസ്സംഗഭാവത്തിൽ നിൽക്കുന്ന ഈ പ്രചരണ സമയത്ത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി പാർട്ടിക്ക് ലഭ്യമാക്കേണ്ട അതേ വോട്ടുകൾ അത് കുറയ്ക്കരുതെന്നാണ് ഇപ്പോൾ RSSൻ്റെ നിലപാട്. അതെങ്ങനെ ഇനി സാധിക്കുമെന്നാണ് BJPയുടെ ത്രിമൂർത്തികളടങ്ങുന്ന രാജീവ് ചന്ദ്രശേഖർ വിഭാഗത്തിൻ്റെ മറിച്ചുള്ള ചോദ്യം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പോലുള്ള പദ്ധതികളിട്ട് ക്രിസ്ത്യാനികളെ BJPയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ UDFനെയും കോൺഗ്രസിനെയും സഹായിച്ച് ക്രിസ്ത്യാനികളുടെ വരവിന് തടയിടരുത് എന്നാണ് ഇപ്പോൾ RSSൻ്റെ നിലപാട്. കഴിഞ്ഞ തവണ കേസരി
ഒരു ലേഖനം വന്നിരുന്നു ഒരു ഷവ്ലിയർ സെബാസ്റ്റ്യൻ്റെ. അതും പറയുന്നത് ഈ ഒരു RSS ക്രിസ്ത്യൻ നിലപാട് ശക്തമാക്കണമെന്നാണ്. കേരളത്തിൽ ഏറ്റവും അധികം ജനങ്ങളെ BJPയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത് മധ്യ തിരുവിതാംകൂർ ഭാഗമാണ്. അവിടെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളുമാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ഭാഗത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സമാഹരിക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ വാർഡടക്കമുള്ള മണ്ഡലം എങ്ങോട്ട് ചായുക, വോട്ട് വീതം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ള കണക്കൂട്ടിലെടുക്കാൻ പറ്റുക. PC തോമസിനെയും അൽഫോൺസ് കണ്ണന്താനത്തെയും പാർട്ടിയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഉദ്ദേശിച്ച യാതൊരു പ്രയോജനവും ലഭിച്ചില്ല എന്ന വിലയിരുത്തലുണ്ട്. അവർ കൊണ്ട് പാർട്ടിക്ക് ലഭിച്ചെങ്കിലും പാർട്ടിക്ക് അവരെ പരമാവധി പ്രയോജനപ്പെടുത്താനായില്ല എന്ന് ഇപ്പോൾ കിടന്ന് കരയുന്നു. തിരുവിതാംകൂറിൽ ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പാർട്ടിയെ തന്നെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു കടുത്ത ശ്രമം ഇപ്പോൾ നടത്തുന്നത് BJP അല്ല, RSS ആണ്. ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരനോടുള്ള കടുത്ത എതിർപ്പ് മൂലം ഒരു കടുത്ത വിഭാഗം കടുത്ത നിലപാടുകളിലേക്ക് മുഖ്യധാരയുടെ കാഴ്ചപ്പാടുകൾക്കെതിരെ തിരിയുവാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി പോയത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തോടുള്ള എതിർപ്പ് മറികടന്നത് 80-ൽ കേരള കോൺഗ്രസും ആന്റണി ഗ്രൂപ്പും ചേർന്ന് LDFനോട് സഹകരിച്ചപ്പോഴാണ് ക്രിസ്ത്യാനികൾ മൊത്തം ആ കമ്മ്യൂണിസത്തോട് സഹകരിച്ചു തുടങ്ങിയത്. ക്രിസ്ത്യൻ മേഖലകളിൽ സഭയും സാധാരണക്കാരും BJP സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വോട്ട് വീതം വർദ്ധിപ്പിച്ച് സംഘടനയുടെ ബലം ആ പ്രദേശങ്ങളിൽ കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ വിലയിരുത്തൽ. പക്ഷേ അതിന് തുരങ്കം വയ്ക്കുന്നതിന് മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ത്രിമൂർത്തികൾ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിഭാഗം. പക്ഷേ RSS ആകട്ടെ ക്രിസ്ത്യാനികൾ കൂടി ഇങ്ങോട്ട് പോരട്ടെ എന്നൊരു നിലപാടാണ്. മുനമ്പത്തും ഏതാണ്ടൊക്കെ ഒരു വോട്ട് ബാങ്കായി മുനമ്പത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അവസാന നിമിഷം പാളിപ്പോയി. ഇടത് സർക്കാരിൻ്റെ ശക്തമായ ചില നീക്കങ്ങൾ, ഹൈക്കോടതിയിലെ ചില നീക്കങ്ങൾ കാരണം മുനമ്പത്തെ നിവാസികൾക്ക് അവരുടെ റവന്യൂ ഭൂമിയിൽ കരമടയ്ക്കാനുള്ള അവകാശം വരെ, അതിനുള്ള സൗകര്യം സംവിധാനങ്ങൾ വരെ കോടതി മുഖാന്തരം ഇടത് സർക്കാർ തരപ്പെടുത്തി കൊടുത്തു. ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ മുനമ്പത്തെ BJPക്കാർ. കേരളത്തിൽ മൊത്തത്തിൽ അതാണ് അവസ്ഥ.